നമസ്കാരം. അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങളിൽ വീണ്ടും ഒരു കഠിനമായ മനുഷ്യവിരുദ്ധമായ വഴിത്തിരിവുണ്ടാക്കി വെക്കാനുള്ള പുറപ്പാടിലാണ് ട്രംപ്. അമേരിക്കയിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നയങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി 75 രാജ്യങ്ങളിലെ പൗരന്മാർക്കുള്ള ഇമിഗ്രന്റ് വിസ പ്രോസസിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ജനുവരി 21 മുതൽ സസ്പെൻഷൻ പ്രാബല്യത്തിൽ വരും. എന്നാൽ ടൂറിസ്റ്റ്, ബിസിനസ് തുടങ്ങിയ നോൺ ഇമിഗ്രന്റ് വിസകൾക്ക് ഈ തീരുമാനം ബാധകമല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഈ വർഷം വരാനിരിക്കുന്ന ലോകകപ്പ്, 2028 ഒളിമ്പിക്സ് തുടങ്ങിയവയ്ക്ക് US വേദിയാകുന്ന സാഹചര്യത്തിൽ നോൺ ഇമിഗ്രന്റ് വിസകളുടെ ആവശ്യം വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. ട്രംപിന്റെ ആദ്യ ടൈമിൽ തന്നെ കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു. പെർമനന്റ് റെസിഡൻസിനായി അപേക്ഷിക്കുന്നവരാകട്ടെ ഭാവിയിൽ അമേരിക്കൻ സർക്കാരിന് ബാധ്യതയാകരുത് എന്നാണ് ട്രംപിന്റെ നിലപാട്. PR-നുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇനിയും കടുപ്പിക്കാനാണ് സാധ്യത. ഇമിഗ്രന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ US എംബസി അംഗീകരിച്ച ഡോക്ടർമാർ നടത്തുന്ന ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന നിയമവുമുണ്ട്. ക്ഷയരോഗം പോലുള്ള പകർച്ചവ്യാധികൾ, മയക്കുമരുന്ന്, മദ്യ ഉപയോഗവുമായി ബന്ധപ്പെട്ട ചരിത്രമുള്ളവർ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, അക്രമപരമായ പശ്ചാത്തലം എന്നിവ പരിശോധിക്കും. നിർബന്ധിത വാക്സിനേഷനുകളും സ്വീകരിച്ചിരിക്കണമെന്ന വ്യവസ്ഥയുമുണ്ട്. പുതിയ നിർദ്ദേശപ്രകാരം അപേക്ഷകരുടെ പ്രായം, ആരോഗ്യം, കുടുംബസ്ഥിതി, സാമ്പത്തിക നില, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണം. അപേക്ഷകരുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്നതിന് അഭിമുഖം ഇംഗ്ലീഷിൽ നടത്തി വിലയിരുത്താമെന്നും നിർദ്ദേശത്തിൽ പറയും. ലോകത്തിന്റെ 75 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് കുടിയേറ്റ വിസ പ്രോസസിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുന്ന തീരുമാനത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് പ്രതിനിധീകരിക്കുന്ന ഭരണകൂടം തുറന്നു കാട്ടുന്നത് ഒരു കാര്യമാണ്: അമേരിക്ക എന്ന രാജ്യം ലോകത്തിന്റെ നേതാവല്ല, മറിച്ച് ലോകത്തെ ഭീഷണിപ്പെടുത്തി കീഴടക്കാൻ ശ്രമിക്കുന്ന ഒരു അഹങ്കാര ഭരണകൂടത്തിന്റെ കോട്ടയാണ് എന്ന്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് യാദൃച്ഛികമല്ല. ദരിദ്രരും വികസന പാതയിലുള്ളവരുമായ രാജ്യങ്ങളോടുള്ള അമേരിക്കൻ അധികാരത്തിന്റെ പഴയ അവഗണനയുടെ തുടർച്ചയാണിത് എന്ന് പറയേണ്ടി വരും. ഈ തീരുമാനം നിയമപരമായോ സുരക്ഷാപരമായോ ആവശ്യമെന്ന പേരിൽ ന്യായീകരിക്കപ്പെടുന്നുവെങ്കിലും യാഥാർത്ഥ്യം അതിനേക്കാൾ അപകടകരമാണ്. ഇതൊരു ഭരണപരമായ നടപടിയല്ല, മറിച്ച് ട്രംപ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്, അല്ലെങ്കിൽ സ്വാർത്ഥ ദേശീയത എന്ന് വേണമെങ്കിലും വിലയിരുത്താം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, തൊഴിൽ തേടിയെത്തുന്നവർ, കുടുംബങ്ങളുമായി ഒന്നിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യർ, ഇവരെല്ലാം ഈ തീരുമാനത്തിന്റെ ഇരകളാകും. അമേരിക്കയുടെ സ്വപ്നം എന്നൊക്കെ പാടി പുകഴ്ത്തിയിരുന്ന അമേരിക്കൻ ഡ്രീം ഇന്നൊരു പ്രത്യേക വർഗത്തിനും വംശത്തിനും മാത്രമുള്ള സ്വകാര്യ സ്വത്തായി മാറുകയാണ്. ട്രംപിന്റെ ഭരണകൂട ശൈലി തുടക്കത്തിൽ തന്നെ ലോകം കണ്ടതാണ്. തീരുവകൾ, വിലക്കുകൾ, ഭീഷണികൾ, ഉപരോധങ്ങൾ. കുടിയേറ്റ നയങ്ങളിൽ ഈ പുതിയ തീരുമാനം ആ ശൈലിയുടെ തുടർച്ച മാത്രമാണ്. ലോകത്തെ ഒരു പങ്കാളിയായി കാണാതെ ഒരു സംശയാസ്പദ ശത്രു വിഭാഗമായി കാണുന്ന മനോഭാവം. അമേരിക്കയെ വളർത്തിയത് കുടിയേറ്റക്കാരാണെന്ന ചരിത്ര സത്യം മനഃപൂർവ്വം മറച്ചുവെച്ചുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. യൂറോപ്പിൽ നിന്നും, ഏഷ്യയിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും, ലാറ്റിൻ അമേരിക്കയിൽ നിന്നും എത്തിയവരുടെ രക്തവും വിയർപ്പുമാണ് ആ രാജ്യത്തിന്റെ അടിത്തറ. ആ അടിത്തറയിൽ തന്നെ ഇന്ന് അവഹേളിക്കുന്ന നയങ്ങളാണ് പക്ഷേ ട്രംപ് നടപ്പാക്കുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ ഈ തീരുമാനം ഉണ്ടായാൽ കൂടുതൽ ഗൗരവമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും അത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഒരു ഭരണകൂടത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നോക്കിയുള്ളതല്ല. അത് സാമ്പത്തികവും സാങ്കേതികവുമായ ആഴത്തിലുള്ള സഹകരണത്തിലാണ് നിലകൊള്ളുന്നത്. ആയിരക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾ, വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ അമേരിക്കൻ കുടിയേറ്റ സംവിധാനത്തെ ആശ്രയിച്ചാണ് അവരുടെ ഭാവി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ ഇത്തരം ഏകപക്ഷീയ തീരുമാനങ്ങൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ പങ്കാളികളായി കാണാത്ത ഒരു അപകടകരമായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എന്ന സമീപനം. ട്രംപിന്റെ ലോകദർശനം ശുദ്ധമായ വ്യാപാരവൽക്കരണമാണ്. രാജ്യങ്ങളും മനുഷ്യരും എല്ലാം കച്ചവട വസ്തുക്കൾ എന്ന നെറികെട്ട മനോഭാവം. ഉപകാരമുള്ളവർക്ക് സ്വാഗതം, ചോദ്യം ചോദിക്കുന്നവർക്കും സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്കും വിലക്കെന്ന സ്വാർത്ഥ രാഷ്ട്രീയ ചിന്താഗതി. മനുഷ്യാവകാശങ്ങൾ, ആഗോള ഉത്തരവാദിത്തങ്ങൾ, നയതന്ത്ര മര്യാദകൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിഘണ്ടുവിൽ അനാവശ്യ പദങ്ങളാണ്. അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കയ്യടി നേടാൻ ലോകത്തെ മുഴുവൻ പണയം വെക്കുന്ന അപകടകരമായ കളിയാണ്. ഈ നയങ്ങൾ ദീർഘകാലത്തിൽ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല. ലോകം ഇന്ന് ഒരൊറ്റ രാജ്യത്തിന്റെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന കാലമല്ല. ബഹുപക്ഷീയതയും സഹകരണവുമാണ് ഭാവിയുടെ വഴി. ട്രംപ് ഭരണകൂട
തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒറ്റപ്പെടലിന്റെയും വൈരാഗ്യത്തിന്റെയും വഴിയാണ്. അതിന്റെ വില അമേരിക്ക മാത്രമല്ല ആഗോള സമൂഹം മുഴുവൻ അടക്കേണ്ടി വരും. കുടിയേറ്റ വിസ പ്രോസസിംഗ് നിർത്തിവെക്കുന്ന ഈ തീരുമാനം ഒരു ഫയലിലെ ഒപ്പ് മാത്രമല്ല, അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളിലേക്കുള്ള വാതിലടയ്ക്കുന്ന ശബ്ദം കൂടിയാണ്. ആ ശബ്ദം ലോകം കേൾക്കേണ്ടതുണ്ട്. ട്രംപിന്റെ ഭരണകൂട ശൈലി ശക്തിയുടേതല്ല, ഭയത്തിൻ്റെതാണ്. ആത്മവിശ്വാസമുള്ള ഒരു രാഷ്ട്രം മതിലുകൾ പണിയില്ല, പാലങ്ങൾ പണി. ഇന്ന് അമേരിക്കയുടെ പേരിൽ പണിയപ്പെടുന്നത് മതിലുകളാണ്. മനുഷ്യർക്കിടയിൽ, രാജ്യങ്ങൾക്കിടയിൽ, വിശ്വാസങ്ങൾക്കിടയിൽ ഒക്കെ ആ മതിലുകൾ ഉയരുകയാണ്.